രോഗങ്ങൾ തന്നെ രണ്ട് തരം ഉണ്ടാവും. ഒന്ന് അക്യൂട്ട് പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങളും, പിന്നെ ഒന്ന് ദീർഘകാല അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന രോഗങ്ങളും ഉണ്ടാവും. ദീർഘകാല അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന രോഗങ്ങൾക്ക്, ചില രോഗങ്ങൾക്ക് എന്താവും, നോമ്പ് തീരെ ജീവിതകാലം മുഴുവനും എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. എന്നാൽ ചില നോമ്പുകൾ, ഇപ്പോൾ ഒരു ചെറിയൊരു വൈറൽ ഫീവർ വന്നു, അവർക്ക് നിർജ്ജലീകരണം വരാൻ സാധ്യതയുണ്ട്, നല്ല ഹോട്ട് ക്ലൈമറ്റാണ്, അവർക്ക് ആ സമയത്ത് നോമ്പെടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അതാണ് അക്യൂട്ട് ഡിസീസുകൾ. ഇത് രണ്ട് തരം വിധികളാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ ഒന്ന്, പിന്നെ യാത്രയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. ഈ യാത്രക്കാർ വളരെ കുറേ യാത്രയൊക്കെ ചെയ്യുമ്പോഴേക്കും അവർക്ക് ഒരുപാട് നിർജ്ജലീകരണത്തിൻ്റെ പ്രശ്നങ്ങൾ മറ്റൊക്കെ വരാൻ സാധ്യത, അവർക്കും നോമ്പെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളില്ല. ഇത്തരം ആൾക്കാർക്ക് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? സൂറ അൽ ബക്കറ ചാപ്റ്റർ 2 ആണത്. 184 തൊട്ട് 185 വരെ വേഴ്സുകളിൽ പറയുന്നുണ്ട്. God says, but if any of you is ill or on a journey, നിങ്ങൾ ആരെങ്കിലും ഒരാൾ രോഗി